ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവാന്റെ സ്നേഹവും അനുഗ്രഹവും എല്ലാം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകണം, ഭഗവാന്റെ സ്നേഹം അനുഗ്രഹം എല്ലാം വർദ്ധിക്കണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഭഗവാൻ. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമുക്ക് ബ്രഹ്മസ്തുതി, രാമായണത്തിൻ്റെ ഒടുക്കൽ ബ്രഹ്മസ്തുതി ഉണ്ട്, അത് നമുക്ക് ചൊല്ലാം. ഭഗവാൻ ശ്രീരാമനെ ബ്രഹ്മാവ് സ്തുതിക്കുന്നതാണ്. ഭക്തി കൈക്കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. നന്നായി ഭക്തി, അത്രത്തോളം ഭക്തിയായിട്ട് ബ്രഹ്മാവ് ഭഗവാൻ ശ്രീരാമനെ സ്തുതിക്കുന്നു. ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാഥാ ജയ. അമ്പുധി മധ്യേ പള്ളി കൊള്ളുന്ന നാഥാ ജയ. അമ്പുജത്തെങ്കിൽ എന്നെ നിർമ്മിച്ച നാഥാ ജയ. അതായത് ഭഗവാൻ നാരായണൻ്റെ നാഭിയിൽ നിന്ന് പങ്കജത്തിലാണല്ലോ ബ്രഹ്മാവ്. അതുകൊണ്ടാണ് അംബുജം. അംബുജത്തിൽ എന്നെ നിർമ്മിച്ചു. ഭഗവാൻ നാരായണൻ, ശ്രീരാമൻ, കൃഷ്ണൻ ഇതെല്ലാം ഏകമാണ്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ബ്രഹ്മാവ്, എന്നെ അംബുജത്തിൽ നിന്ന് നിർമ്മിച്ചതല്ലേ, അംബുജത്തിങ്കൽ എന്നെ നിർമ്മിച്ച നാഥാ ജയ. യുദ്ധത്തിനടുത്തൊരു മധു കൈടഭന്മാരെ ബദ്ധരോഷേണ കൊന്നു മുടിച്ച നാഥാ ജയ. ദൈത്യന്മാരുടെ മഹാമേധസ് കൊണ്ടു തന്നെ ധാത്രി മണ്ഡലത്തെയും നിർമ്മിച്ച നാഥാ ജയ. ധാത്രിയിൽ എന്നെ കൊണ്ടു സകല ജന്തുക്കളെ പേർത്ത് നിർമ്മിച്ചൊരു പരമാത്മാവേ ജയ. കാലത്താൽ പ്രപഞ്ച സംഹാരം ചെയ്വതിനായി നീലലോഹിതനായും വാണിടും നാഥാ ജയ. ഭൂപതി സത്യവ്രതാനുഗ്രഹത്തിന് മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചൊരു രാഘവ ജയ. മന്ദരം ഉയർത്തുവാൻ കൂർമ്മമായി അവതരിച്ച് ഇന്ദ്രാദി ദേവകളെ പാലിച്ച നാഥാ ജയ. ഹിരണ്യാക്ഷനെ കൊല്ലുവാൻ ആദിസൂകരമായി ധരണി ദേവി തന്നെ രക്ഷിച്ച നാഥാ ജയ. ഹിരണ്യകശിപുവാം അസുരേന്ദ്രനെ കൊല്ലുവാൻ നരസിംഹാകാരമായി ചമഞ്ഞ നാഥാ ജയ. മൂന്നു ലോകവും മഹാബലിയോടർത്ഥിച്ചുടൻ മൂന്നടിയായി അളന്ന വാമനമൂർത്തേ ജയ. ധരണീന്ദ്രന്മാരായ ദുഷ്ടരെ വധിപ്പാനായി
പരശുരാമനായി പിറന്ന നാഥ ജയ. രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നിപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥ ജയ. വസുദേവാത്മജനായി ഇനി മേൽ ബലനായി വസുധാഭാരം തീർക്കും ദേവതീപദേ ജയ. ദേവകീ തനയനായി കൃഷ്ണനായി പിറന്നിനി സേവകന്മാർക്കും മുക്തി കൊടുക്കും നാഥ ജയ. ഖഡ്ഗവും ധരിച്ചിനി കലികാലാന്തത്തിങ്കൽ കൽക്കിയായി ദുഷ്ടവധം ചെയ്തിടും നാഥ ജയ. നിഷ്കളനായ തവ തത്വത്തെ നിരൂപിച്ചാൽ ഉൾക്കമലത്തിൽ അറിയാവതല്ലൊരുവർക്കും. സൽഗതി അടുത്തവനാചാര്യ രൂപം കൈക്കൊണ്ട് ഉൾക്കാമ്പിൽ നാനാ ഭേദഭ്രമവും തീരും വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം ഭക്തനാം ശിഷ്യന് അറിയിച്ചാൽ കണ്ടിടാമത്രേ. സകല ശരീരികളുള്ളിലും ജീവാത്മാവായി, സർവശരീരത്തിൻ്റെയും ഉള്ളിൽ ജീവാത്മാവായി, സകല ശരീരികൾക്കുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനം പരം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം. വിശ്വം നിറഞ്ഞു മരുവീടും പുരുഷോത്തമാജയ. ഇക്കാലം ദശരഥപുത്രനായ അയോധ്യയിൽ വിഖ്യാത കീർത്തിയ രാമനായ മാധവാജയ. വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രന്റെ പിമ്പേ പോയ രാഘവാജയ. കാടകം ബുക്ക ശേഷം വിശ്വാമിത്രന്റെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവാജയ. വേഗേന സിദ്ധാശ്രമം ബുക്ക് കൗശികനുടെ യാഗവും പരിപാലിച്ചിരുന്ന നാഥാജയ. വിശ്വാമിത്രോക്രിയ പുനരഹല്യ ശാപം തീർത്ത് വിശ്വനായക ശാപം ഖണ്ഡിച്ച നാഥാജയ. സീതാവല്ലഭനായി പോരുമ്പോൾ മധ്യേ മാർഗം പ്രീതനായി ഭാർഗവനെ ജയിച്ച രാമാജയ. ബന്ധുവർഗവുമായി ചെന്ന അയോധ്യയിൽ പൂക്ക് പന്തീരാണ്ട് ആനന്ദിച്ചു വസിച്ച നാഥാജയ. ജനകൻ അഭിഷേകത്തിനു ഭാവിച്ച നേരം ജനനീ കൈകേയിയും മുടക്കിക്കളകയാൽ സീതയും അനുജനും താനുമായി വനം പുക്ക് മോദേന ചിത്രകൂടത്തിങ്കൽ മേവിന കാലം ഖേദിച്ചു താതൻ സ്വർഗം പുക്കാനെന്നതു കേട്ടു. ഖേദിച്ചു ശേഷക്രിയ ചെയ്ത രാഘവാജയ. ഭരതൻ തൻ്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം ഭരമേൽപ്പിച്ചു യാത്രയച്ചോരനന്തരം ദണ്ഡകാരണ്യം ബുക്ക് ദുഷ്ടനാം വിരാധനെ ഖണ്ഡിച്ചു മുനികളെ വന്ദിച്ച നാഥാജയ. താപസനായ സുതീഷ്ണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം ബുക്ക ശേഷം താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തൊരു ചാപവും ശരവും കൈക്കൊണ്ടുടൻ പുറപ്പെട്ടു ഗൗതമിയാകും നദി തന്നെ തീരത്തിങ്കിൽ കൗതുകത്തോട് സുമിത്രാത്മജൻ ചമച്ചൊരു വർണ്ണശാലയിൽ ഭാര്യ സോദര സമേതനായി ദണ്ഡമെന്നിയെ സുഖിച്ച് ഇരുന്ന നാഥാജയ. വന്നു കാമിച്ച രാത്രിയും ചെരിയാം ശൂർപ്പണഖ തന്നെ മൂക്ക് മുലഛേദനം ചെയ്ത മൂലം ക്രുദ്ധനായി 14 സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തൊരു ഖരനെ കൊല ചെയ്തു. പൊന്മാനായി വന്ന മാരീച അസുരനുടെ പിമ്പേ സമോഹം പൂണ്ടുപോയ നേരത്ത് ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ ഖേദേന ജടായു ചൊന്നതിന് കേട്ട ശേഷം മരിച്ച പക്ഷിക്കു ശേഷക്രിയകളും ചെയ്തു. കരുത്തനായ കബന്ധനു സൽഗതി നൽകി ശബരി തന്നെ കണ്ടു വരവും കൊടുത്തുടൻ സപതി പമ്പാതീരം പുക്ക് അതിശോകത്തോടും. പമ്പാ നദി പുക്ക് അതിശോകത്തോടും നടക്കുന്നേരം വായുപുത്രനെ കണ്ടു കിട്ടി പടുത്തമോടു അവൻ സുഗ്രീവൻ തന്നെ കാട്ടി സഖ്യവും ചെയ്യിപ്പിച്ചു ബാലിയെ വധം ചെയ്തു. ദുഃഖേന ചതുർമാസമിരുന്ന നാഥാജയ. 4 മാസം മഴക്കാലമാണ്. അത് കഴിയുമ്പോൾ സുഗ്രീവൻ കവികളെ വിട്ട് സീതയെ അന്വേഷിക്കണം. അതുവരെ 4 മാസം ഭഗവാൻ ഇങ്ങനെ ഏകമായി ദുഃഖം പാർത്തിങ്ങനെ ഇരുന്നു. 4 മാസം സുഗ്രീവൻ്റെ കാര്യമൊക്കെ അത് ഭാര്യയൊക്കെ
വധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി സുഗ്രീവനോട് പറഞ്ഞ് 4 മാസം, അത് ഇപ്പം അന്തരീക്ഷം നല്ലതല്ലാത്തതുകൊണ്ട് അങ്ങനെ 4 മാസം അവിടെ റെസ്റ്റ് ചെയ്തെടുത്തു ഭഗവാൻ. അതാണ് പടുത്ത് നടക്കുന്ന വായുപുത്രനെ കണ്ടു കിട്ടി ഹനുമാനെ പടുത്തമോടുവൻ സുഗ്രീവൻ തന്നെ സുഗ്രീവനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവർ തമ്മിൽ സഖ്യം ചെയ്യിപ്പിച്ചു. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ സഖ്യം ചെയ്യിച്ച് എന്നിട്ട് ബാലിയെ വധം ചെയ്തിട്ട് ദുഃഖേന ഭഗവാൻ പേരെ ദുഃഖം പോട്ട് ചതുർമാസം 4 മാസം ഇരുന്ന നാഥാജയ. 4 ദിക്കിലും നാനാവാനര പ്രവന്മാർ കാലേ പോയി അന്വേഷിച്ചു ജാനകി ദേവി തന്നെ. അങ്കുലീയവും ഹനുമാനുടെ കയ്യിൽ നൽകി അങ്കദാദികളോടും തെക്കോട്ടു നടകൊണ്ടാർ. പാതാളം തന്നിൽ സ്വയംപ്രഭയെ കണ്ടുകിട്ടി. ഒരു ഗുഹയിലേക്ക് ചെന്ന് വെള്ളദാഹം വന്നൊന്ന് പോയി വന്നപ്പോൾ ഈ സ്വയംപ്രഭ ഒരു ഹേമയുടെ ഭഗവാൻ പരമേശ്വരന് നൃത്തം ചെയ്തപ്പോൾ ഭഗവാൻ അവിടെ എല്ലാം അവർക്ക് കൊടുത്തു, ആ സ്ത്രീക്ക് ഹേമയ്ക്ക്. അപ്പോൾ ഹേമയുടെ ദാസിയാണ് ഈ സ്വയംപ്രഭ. ഹേമ അങ്ങ് സ്വർഗത്തേക്ക് പോയി. അപ്പോൾ പിന്നെ ദാസി അതൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ ഇവർ ചെന്ന് കണ്ട് അതുകൊണ്ട് അവർക്കെല്ലാം അവിടുന്ന് കൊടുത്ത് അവസാനം കണ്ണടച്ച് നിന്നപ്പോൾ യഥാർത്ഥ സ്ഥാനത്ത് വഴിയൊക്കെ കാണിച്ചുകൊണ്ട് നിർത്തി എല്ലാ ആഹാരങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അതാണ് ആ സ്വയംപ്രഭ. പാതാളം തന്നിൽ സ്വയംപ്രഭയെ കണ്ടുകിട്ടി. അതായത് ഒരു ഗുഹയിലോട്ട് പോയപ്പോഴായിരുന്നു. അവിടെയാണ് അവരെല്ലാവരും വിഷമിച്ച് ദാഹിച്ച് ഒരു പക്ഷികൾ പറന്നു പോകുന്ന കണ്ടപ്പോൾ അവിടെ വെള്ളം ഉള്ളതാണെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അവർ നടന്ന് അവസാനം കുറ്റാകുട്ടി ഇരുട്ടായിരുന്നു. അങ്ങനെ പോയപ്പം നല്ല മണിമേടകളായിരുന്നു എല്ലാം അവിടെ, എല്ലാ പഴവർഗ്ഗങ്ങളും മൊത്തം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് ആ ഗുഹയിൽ അതാ പാതാളം എന്ന് പറയുന്നത്. പാതാളം തന്നിൽ സ്വയംപ്രഭയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു വാരുധി തീരം പുക്കാർ. സമ്പാദി വാച സമുദ്രം കടപ്പാനായി വായു സംഭവൻ. സമ്പാദി ജടായുവിൻ്റെ സഹോദരൻ. അദ്ദേഹത്തിൻ്റെ ചിറകെല്ലാം കരിഞ്ഞു പോയി. അങ്ങനെ ആണ് അവരെടുത്തുകൊണ്ടാണ് ജടായുവിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ സഹോദരന് ഉദകക്രിയൊക്കെ ചെയ്യാൻ സമുദ്രത്തിനോടെ എടുത്തുകൊണ്ട് ആക്കി ഇവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് തന്നെ ചിറക് മുളച്ചു വന്ന് നമ്മളതൊക്കെ വായിച്ചതാണല്ലോ, ഓർമ്മയുണ്ടോ എന്നറിയില്ല, എനിക്ക് അത് ഓർമ്മ വരുന്നുണ്ട്. അതാണ് സമ്പാദി വാച പറഞ്ഞു സമുദ്രം കടപ്പാനായി വായു സംഭവൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരേറിനാൻ. വാരുധി ചാടിക്കടന്നാശു ലങ്കയിൽ ചെന്നു താരിൽ മാതിന് തിരുവാഴിയും കൊടുത്തുടൻ. അത് മോതിരം, മുദ്രമോതിരം, അതാണ് തിരുവാഴിയും. അത് താരിൽ മാതിന് അതിന് മുദ്രമോതിരം അങ്ങനെ പറയാം. തിരുവാഴിയും കൊടുത്തുടൻ ചൂടാരത്നവും വാങ്ങിയിട്ട് ഉദ്യാന ഭംഗം ചെയ്തു തിരിച്ചിങ്ങോട്ട് പോരാൻ ഭഗവാനെ തിരിച്ചു കൊടുക്കാൻ ചൂടാരത്നം ദേവി ഹനുമാന്റെ കൊടുത്തു വിട്ടതാണ്. അത് കൊടുത്തതിന് ശേഷമാണ് അവിടെ എല്ലാം ലങ്കയൊക്കെ ചുട്ടുപിടിച്ചത്. ചൂടാരത്നവും വാങ്ങിയിട്ട് ഉദ്യാന ഭംഗം ചെയ്തു, ഉദ്യാനങ്ങളെല്ലാം നശിപ്പിച്ചു ഹനുമാൻ. പ്രൗഢതയോട് ഉടൻ പോരിന്നു നേരിട്ടൊരു രക്ഷോവീരന്മാരെയും രാവണതനേനാം അക്ഷകുമാരനെയും കൊന്നു. രാവണനാകും ദുഷ്ടനെ കണ്ടു. അക്ഷകുമാരനെയൊക്കെ കൊന്നിട്ട് രാവണനെ അറിയിച്ചിട്ട് വേണം അവിടെ ചെന്ന് വിവരം അറിയിച്ചിട്ട് പോകണമെന്ന് കരുതി അവിടെ എല്ലാം അങ്ങ് നശിപ്പിച്ച. ആദ്യമേ അവരെല്ലാം ഉറക്കമായിരുന്നല്ലോ, സ്ത്രീകൾ മാത്രമേ ഒന്ന് കണ്ടുള്ളായിരുന്നു. അങ്ങനെ ആണ് ആ എല്ലാം തകിട് പൊടിയാക്കിയത്. പിന്നെ യുദ്ധം മൂത്ത് വന്നപ്പോഴാണ് എല്ലാം ഒക്കെ ചുട്ടുകരിച്ചത്. അതുകൊണ്ട് രക്ഷോവീരന്മാരെയും രാവണതനയനാം അക്ഷകുമാരനെയും കൊന്നു. രാവണനാകും ദുഷ്ടനെ കണ്ടു. വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടു പൊട്ടിച്ചു. വാരാനിധിയും കടന്നുടൻ തുഷ്ടി പൂണ്ട് അങ്കദാദി വാനരന്മാരുമായി വന്ന് ഇഷ്ടമോടാശു കണ്ടേൻ ദേവിയെ എന്നു ചൊന്ന മാരുതി തന്നെ പിടിച്ചാശ്ലേഷം ചെയ്തു ഗാഠം വാരിജാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥാജയ. സുമുഹൂർത്തേന മഹാവാനര പടയോടും സമരത്തിന് പുറപ്പെട്ട രാഘവാജയ. ഇത് ആദ്യം തൊട്ട് ബ്രഹ്മാവ് നമ്മൾ ഇത്രയും വായിച്ചു തന്നെ ഇടയ്ക്കോട്ട് ഇതെല്ലാം ഒന്ന് ഓർപ്പിച്ച അതാ ബ്രഹ്മാവ് സ്തുതിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ വായിച്ച കാര്യങ്ങൾ ഒന്ന് ആവർത്തിച്ച് ഭഗവാനോട് ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ബ്രഹ്മദേവൻ. ദക്ഷിണ സമുദ്രത്തിന് ഉത്തര തീരമ്പുക്ക് രക്ഷോനാഥനും വിചാരം തുടങ്ങിനാനപ്പോൾ വന്നിങ്ങു കണ്ട വിഭീഷണനെ ലങ്കാനാഥനെന്ന് അഭിഷേകം ചെയ്തു വാഴിച്ച നാഥാജയ. അതായത് എല്ലാം കഴിഞ്ഞിട്ട് വിഭീഷണനെ രാജ്യാഭിഷേകം ചെയ്തത്. രക്ഷോനാഥനും വിചാരം തുടങ്ങിനാൻ അപ്പോൾ വന്നിങ്ങു കണ്ട വിഭീഷണനെ അത് ഭഗവാൻ അടുക്കലേക്ക് എല്ലാം വിട്ടുപിരിഞ്ഞ് പോരുന്നു.
നാല് അമാത്യന്മാരുമായിട്ട് വിഭീഷണൻ രാവണൻ കൊല്ലാൻ ചെന്നപ്പോൾ ഭഗവാൻ അടുത്ത് അന്നേരം തന്നെ ഭഗവാൻ ഒന്ന് അഭിഷേകം ചെയ്തായിരുന്നു. അതാണ് ദക്ഷിണ സമുദ്രത്തിന് ഉത്തരതീരമ്പുക്ക് രക്ഷോനാഥനും വിചാരം തുടങ്ങിനാനപ്പോൾ വന്നിങ്ങു കണ്ട വിഭീഷണനെ ലങ്കാനാഥൻ അഭിഷേകം ചെയ്തു വാഴിച്ച നാഥാജയ. വരുണൻ വഴി നൽകാൻ അളവ് പിന്നെയാണ് സമുദ്രം കടക്കാനായിട്ട് സേതു ബന്ധിക്കുന്നതിന്. അത് വരുണൻ ജലദേവൻ വഴി നൽകാഞ്ഞപ്പം ഭഗവാൻ അവിടെ അത്രമാത്രം ദേഷിച്ചും കോപിച്ചും വെല്ലു അമ്പും കുലച്ച് വെള്ളം വറ്റിക്കാറിയപ്പോൾ വരുണൻ വഴി കൊടുത്തു. അതൊക്കെയാണ് വരുണൻ വഴി നൽകാൻ അളവ് വില്ലും വാങ്ങി ശരവും തൊടുത്തപ്പോൾ അവനും വരുണൻ ഭയപ്പെട്ടു. നളനെ കൊണ്ട് ചിറകെട്ടിച്ചു കൊള്ളുക ഞാൻ. അതായത് നളനാരാണ്? വിശ്വകർമാൻ്റെ മകൻ. നളനെ കൊണ്ട് ചിറകെട്ടിച്ചു കൊള്ളുക ഞാൻ താൻ വഴിയും തരാമെന്ന് വരുണൻ ചൊന്ന നേരം. അതുകൊണ്ട് വഴി സേതു ബന്ധിക്കൂ, നളനെ കൊണ്ട് ചെയ്യിക്കൂ, ഞാൻ വഴി തരാം എന്ന് വരുണൻ അപ്പോൾ പറഞ്ഞു. ദേഷിച്ചപ്പം ഭഗവാൻ അവിടെ തപസ്സ ഇത് കിട്ടാഞ്ഞപ്പം വെള്ളം മാറി പോകാഞ്ഞപ്പം ദേഷ്യം വന്നു ഭഗവാന്. അങ്ങനെ നളനെ കൊണ്ട് ചിറകെട്ടിച്ചു കൊള്ളുക ഞാൻ താൻ വഴിയും തരാമെന്ന് വരുണൻ ചൊന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ച് അനുഗ്രഹം വാങ്ങി താമസിയാതെ നളൻ ഇട്ടൊരു ചിറതന്മേൽ വഴി. നളനാണ് അതിട്ടത്. താമസിയാതെ പെട്ടെന്ന് തന്നെ ഈ കുരങ്ങന്മാരെല്ലാം കല്ലും പാറയും തടിയും അടിയെല്ലാം കൊണ്ടവിടെ ഇട്ട് കൊടുത്തതിന് സാധന സാമഗ്രികളൊക്കെ ഒഴിപ്പിച്ചു കൊടുത്ത് നളൻ അത് ചിറ കെട്ടി. അതുകൊണ്ട് താമസിയാതെ നളൻ ഇട്ടൊരു ചിറതന്മേൽ മർക്കട പടയോടും അക്കരെ കടന്നുടൻ നായകൻ തന്നെ കൊന്ന രാഘവാജയ. ഇങ്ങനെയാണ് അക്കരെ കടന്നിട്ട് ഈ രാവണനെയൊക്കെ വധിച്ചത്. തക്ഷണി വിഭീഷണൻ തന്നെ ലങ്കേശനെന്ന് വീരന്മാരോടും വാഴിച്ച നാഥാജയ. അങ്ങനെ ലക്ഷ്മണനാണ് അവിടുത്തെ രാജാവെന്ന് വാഴിച്ചു. അഗ്നിയിൽ മുഴുകി വന്നൊരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചൊരു രാഘവാജയ. സോദര നിശാചര വാനരപ്പടയുമായി വൈദേഹിയോടുകൂടെ പുഷ്പകം കരയേറി നന്ദിഗ്രാമത്തിങ്കൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാശ്ലേഷം ചെയ്തൊരു രാഘവാജയ. തിരിച്ച് വന്നതാ. താപസ നിശാചര വാനരവരോടും താപങ്ങൾ അകന്നൊരു സോദര വീരരോടും ഭൂദേവാദികളായ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരം അകമ്പുക്ക് അഭിഷേകം ചെയ്തു ബന്ധുവർഗത്തോടും ചേർന്ന് അഭിമോദേന രാജ്യം പാലിച്ച നാഥാജയ. കുംഭസംഭവൻ പറഞ്ഞൻപോട് നിശാചര സംഭവം എല്ലാം അറിഞ്ഞൊരു രാഘവാജയ. മൈഥിലി തന്നെ അപവാദ ശങ്കയാ കളഞ്ഞാതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥാജയ. സ്വർണം കൊണ്ട് അവൾ ഉടൽ നിർമ്മിച്ചു യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തി പൊങ്ങിച്ച നാഥാജയ. അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു. അത് നമ്മൾ വായിച്ചില്ല. ഉത്തരകാണ്ഡത്തിലാണ് അതുള്ളത്. നമുക്ക് യുദ്ധകാണ്ഡം തീർന്നപ്പോൾ 31 ദിവസം വരെയുള്ളത് വായിച്ചത്. അപ്പോൾ അതാ ഇത് കുറിച്ചേക്കുന്നത്. അവിടം വരെ വായിക്കാനാണ്. ഉത്തരകാണ്ഡം ഇത് അങ്ങനെ വായിക്കാറില്ലാത്തതുകൊണ്ട് അങ്ങനെ ഈ പുസ്തകത്തിൽ തന്നെ ഇത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത്, അത് നമ്മൾ വായിച്ചില്ലല്ലോ. അമ്മമാരുടെ അമ്മമാരൊന്നും ഈ യുദ്ധകാണ്ഡം വരെ വായിച്ചപ്പോൾ അതിലില്ലല്ലോ. അതുകൊണ്ട് അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്ത് ധർമ്മദാനങ്ങൾ ചെയ്ത് വസിച്ച നാഥാജയ. വാൽമീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനം ചെയ്ത ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ട് ചിത്തസന്തോഷം പൂണ്ട് വസിച്ച നാഥാജയ. അത് നമ്മൾ വായിച്ചില്ല. ലവകുശന്മാർ ഇങ്ങനെയൊക്കെ രാമായണ ആകിയ കാവ്യം ഉണ്ടാക്കിയതും നമ്മൾ വായിച്ചില്ല. അതിന് എപ്പോഴെങ്കിലും നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ഇനിയും വായിക്കാമല്ലോ. അങ്ങനെ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനം ചെയ്ത ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ട് ചിത്തസന്തോഷം പൂണ്ടു വസിച്ച നാഥാജയ. അങ്ങനെ സന്തോഷമുണ്ടായി ലക്ഷ്മണനതാ അവിടെ പറയുന്നത്. ചിത്തസന്തോഷം പൂണ്ട് വസിച്ച നാഥാജയ. സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ ത്യജിച്ചെത്രയും ദുഃഖത്തോടെ വസിച്ച നാഥാജയ. മൈഥിലി തനയന്മാരാകിയ കുശലവന്മാരെയും ഓരോ ദിശി വാഴിച്ച നാഥാജയ. സോദര അമാത്യ നിശാചര വാനരരോടും സാദരം അയോധ്യാവാസികളാവരോടും വന്നിക സരയൂ തീരത്തിങ്കിൽ ഇതു കാലം നിന്നരുളുന്ന രാഘവ ജയ ജയ.
നമസ്തേ രാമ രാമ നമസ്തേ സീതാപദേ നമസ്തേ രഘുപതേ രാവണാന്തക ഹരേ നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനൈക നായക കൃപാനിധേ പരമാനന്ദമൂർത്തേ നമസ്തേ പരമാത്മനേ പരബ്രഹ്മമേ പരംപുരുഷ നമോസ്തുതേ. ചതുരാനനനിധി, ചതുരാനൻ ബ്രഹ്മാവ്. 4 മുഖമാണ് ബ്രഹ്മാവിന്, ചതുർമുഖനാണ്. ചതുരാനനനിധി സ്തുതി ചെയ്തോരു നേരം മധുരസ്ഫുടാക്ഷരം അരുളി ചെയ്തു ദേവൻ. എന്നോടുകൂടി പോരും ജനങ്ങൾക്കെല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം. അങ്ങനെ ചതുരാനൻ ഇത്രയെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ മധുരസ്ഫുടാക്ഷരം അരുളി ചെയ്തു ശ്രീരാമൻ. ഇത്രയെല്ലാം ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുമായിരുന്നു. അപ്പോൾ ഭഗവാൻ എന്താ പറയുക? മധുരസ്ഫുടാക്ഷരം നല്ല മധുരമായി പറയുന്നു. ചതുരാനനൻ ഇത് സ്തുതി ചെയ്തൊരു നേരം മധുരസ്ഫുടാക്ഷരം അരുളി ചെയ്തു ദേവൻ. എന്നോടുകൂടി പോരും ജനങ്ങൾക്ക് എല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം. അതായത് അന്നായാലും ഇന്നായാലും ഇപ്പോഴായാലും ഭഗവാന്റെ കൂടെ ആരാണ് ചേരുന്നത്? ഇപ്പം നമുക്കിതിങ്ങനെ പ്രാർത്ഥിച്ച് അന്ന് എങ്ങനെ പറഞ്ഞോ അത് ഇപ്പോഴും അത് തന്നെയാണ്. നമുക്കും ഇതാകാം. നമ്മളിതുപോലെ എപ്പോഴും പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്ത് ഭഗവാനെ അത്രമാത്രം സ്നേഹിച്ച് ഭഗവാന്റെ കൂടെ നമ്മൾ പോകണം. അപ്പോഴാണ് നമുക്കും വിണ്ണവരുടെ അത് സ്വർഗത്ത് പോകാം. അതുകൊണ്ട് ഭഗവാൻ അന്ന് പറഞ്ഞ വാക്കാണ്. നമുക്കും അതങ്ങനെ ആകാം, നമുക്കും അവരോട് പോകാം. അതുകൊണ്ട് എന്നോട് കൂടി പോരും, ഇത് വായിച്ച് ഭഗവാനിലായാൽ മതി. എന്നോട് കൂടി പോരും ജനങ്ങൾക്കെല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം എന്നതു കേട്ടു വിധാതാവ് അരുളി ചെയ്തിടിനാൻ. അപ്പോൾ വിധാതാവ് പറയുന്നു, വന്നിക സരയുവിൽ മുഴുകിയിടുവിനെങ്കിൽ വാനരപ്രവരന്മാർ തങ്ങൾക്ക് കാരണമാം വാനവരോട് ചെന്നു ചേർന്നിതു സമസ്തരും. സരയുവിൽ, അവിടെ അതായിരിക്കും എല്ലാവരും ഇങ്ങനെ സരയു നദിയിൽ പോകുന്നത്. എനിക്കത് അറിയത്തില്ല ഇതിൽ കിടക്കുന്ന എങ്ങനെയാ. അപ്പോൾ എല്ലാവരും അവസാനം അവിടെ രാമേശ്വരം അങ്ങനെ അവിടെ ആ ചിറ സേതു ബന്ധിച്ചിടത്തെല്ലാം ഉണ്ടല്ലോ. അതൊക്കെ ദേവി ഇത് കാണൂ എന്നൊക്കെ വരുന്ന വഴിക്ക് പറഞ്ഞു കേട്ടല്ലോ. അവിടെ രാമേശ്വരവും പിന്നെ എന്തൊക്കെ പറഞ്ഞല്ലോ. ആ നദിയിൽ കുളിക്കുകയോ സ്നാനമൊക്കെ ചെയ്യുമ്പോൾ മോശം അതിൻ്റെ കണ്ട അതെല്ലാവരും അവിടെ പോകുന്നതെന്ന് തോന്നുന്നു. എന്നാലും വെറുതെ അങ്ങ് പോയാൽ പോരാ, ഭഗവാനോട് ചേരണം. ഇതെല്ലാം വേണം, ഭക്തി വർദ്ധിച്ച് വേണം ചെല്ലാൻ. അപ്പോൾ അതെല്ലാം ശരിയാവും. അതുകൊണ്ട് എന്നതു കേട്ട് വിധാതാവ് അരുളി ചെയ്തിടിനാൻ വന്നിഹ, ഇവിടെ വന്നിഹ സരയുവിൽ, ആ സരയുവിൽ വന്ന് മുഴുകിയിടുവിനെങ്കിൽ അവിടെ ചെന്ന് കുളിച്ച് സന്തോഷമായിട്ട് ഭഗവാൻ മുഴുകണം. അപ്പോൾ മുഴുകണം എന്തോണം? ഭക്തി വേണം. ഇതൊക്കെ വായിച്ച് പഠിച്ച് ഭഗവാനെ ധ്യാനിച്ച് മുഴുകണം. അപ്പോൾ അവിടെ ചെന്ന് അവിടെ വന്നിഹ, അവിടെ വന്ന് നദിയിൽ സരയുവിൽ മുഴുകിയിടുവനെങ്കിൽ വാനരപ്രവരന്മാർ തങ്ങൾക്ക് കാരണമാം വാനവരോട് ചെന്നു ചേർന്നതു സമസ്തരും. മറ്റുള്ള ജനങ്ങൾ വന്നേരം സരയുവിൽ മറ്റുള്ള ജനങ്ങൾ ആർക്കായാലും ഇന്നും അത് തന്നെ ചെയ്യാം. മറ്റുള്ള ജനങ്ങൾ വന്നേരം സരയുവിൽ തെറ്റെന്ന് മുഴുകിപ്പോയി ദിവ്യവേഷത്തെ പൂണ്ടാർ. ദിവ്യമാകുന്ന വേഷം നമുക്ക് ഉണ്ടാകാം. ആർക്കും ഇങ്ങനെ ഈ രാമായണം ഭക്തിപൂർവ്വം വായിക്കുക, എന്നിട്ട് ഭഗവാനിൽ ചേർന്ന് മുഴുകുക. ഈ മുഴുകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനിൽ ഒന്നായി ലയിക്കുക, ചേരുക. അതാണ് ഒരു യോഗിയായി തീരും. ഭഗവാനും ഭക്തനും ഒന്നായി തീരുമ്പോൾ അതാണ് മറ്റുള്ള ജനങ്ങളും അന്നേരം സരയുവിൽ തെറ്റെന്ന് പെട്ടെന്ന് തന്നെ മുഴുകിപ്പോയി. അപ്പോൾ ദിവ്യവേഷം ഉണ്ടാവും. അതായത് സ്വർഗത്തേക്ക് പോകുന്നൊരു വേഷമുണ്ട്. ആ വേഷത്തോട് നമുക്ക് പോകാം. പൂണ്ടാർ പൂർവ്വദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി. നമ്മുടെ ഇപ്പോഴുള്ള ദേഹങ്ങൾ ദിവ്യമാകുന്ന വേഷം കിട്ടുമ്പോൾ ഈ കഴിഞ്ഞ വേഷങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ശരീരം പൂർവ്വദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും പുക്കാർ. സമസ്ത ജനങ്ങൾ അവിടേക്ക് പോകുമ്പോൾ വേറൊരു വേഷമാണല്ലോ. ഈ നമ്മുടെ ഈ ദേഹമൊക്കെ അങ്ങ് പോകുമല്ലോ, വേറൊരു ദേഹിയ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പൂർവ്വദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും പുക്കാർ സമസ്ത ജനങ്ങളും. വിഷ്ണുമൂർത്തിയും അനുജന്മാരോട് ഒരുമിച്ച് വിഷ്ണുലോകവും പുക്കാർ അമരന്മാരുമായേ. അമരന്മാർ മരണമില്ലാത്തവര്. മാനുഷർ, നിശാചരർ, പക്ഷികൾ, മൃഗങ്ങളും, വാനരർ, പിപീലിക ജാതികൾ ഇവയെല്ലാം കുരങ്ങന്മാര്. രാഘവസ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ നാഗലോകവും ബുക്ക് സുഖിച്ചാരെല്ലാവരും. അപ്പോൾ എന്തൊക്കെയാ? വിഷ്ണുമൂർത്തിയും അനുജന്മാരോടും ഒരുമിച്ച് വിഷ്ണുലോകവും പുക്കാൻ അമരന്മാരുമായി. നമ്മൾ എങ്ങനെ പോകണം? മരിക്കരുത്, അമരന്മാരാവണം.
അതായത് മരണമില്ലാത്തവരുടെ എങ്ങനെ അത് ആകേണ്ടേ? ഇത് എപ്പോഴും കൈകാര്യം ചെയ്ത് ഭാഗവതവും രാമായണവും എല്ലാം എപ്പോഴും നമ്മുടെ ഈ ദേഹം നശിക്കുന്നതുവരെ നമ്മളത് പാരായണം ചെയ്ത് മുഴുകണം, ഭക്തി വർദ്ധിക്കണം. അത് ഈശ്വരനായി ലയിച്ച് ഒന്നായി വരുമ്പോൾ വിഷ്ണുമൂർത്തിയും അനുജന്മാരായ എല്ലാവരും, അത് ലക്ഷ്മണനും അങ്ങനെയുള്ള ശത്രുഘ്നനും ഭരതനും എല്ലാവരുമായിട്ട് മനുഷ്യർ നിശാചരർ, അതായത് രാക്ഷസന്മാർക്ക് പോലും എല്ലാവർക്കും ഇത് ഇങ്ങനെ ആകാമെങ്കിൽ ഇന്ന ജാതിയെന്നില്ല, ആരെന്നൊന്നുമില്ല, കുറഞ്ഞവർക്കും കൂടിയവർക്കും എല്ലാവർക്കും ഇവിടെ എല്ലാം തുല്യമായി തന്നെ മനുഷ്യർ, നിശാചരർ, പക്ഷികൾ, മൃഗങ്ങളും വാനരർ പിന്നെ പിപീലിക ജാതികൾ, ഇവയെല്ലാം പിപീലിക കുരങ്ങന്മാരാണെന്ന്. രാഘവസ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ നാഗലോകവും ബുക്ക് സുഖിച്ചാരെല്ലാവരും. നമുക്കെല്ലാവർക്കും അങ്ങനെ പോകാം. ദേവകൾ സനകാദിമുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മീദേവി തന്നോടും ഭൂമിയോടും യോഗേശൻ അനന്തനാം പള്ളി തൽപ്പത്തിന്മേലേ. യോഗേശ്വരൻ അനന്തനാം, അതായത് അനന്തൻ്റെ ശൈലിയിലാണല്ലോ ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു പള്ളി കൊള്ളുന്നത്. അതുകൊണ്ട് അനന്തനാം പള്ളി, അതായത് അനന്തൻ്റെ മെത്തയിലാണ് ഭഗവാൻ കിടക്കുക. പള്ളി തൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ട് ഭഗവാൻ നാരായണൻ. യോഗേശൻ അനന്തനാം പള്ളി തൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ട് ഭഗവാൻ നാരായണൻ. രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായുജ്യം പ്രാപിച്ചിടുവോരെന്നു നൂനം. പാരിലുള്ള അജ്ഞാനികൾക്കറിയാൻ തക്കവണ്ണം, ഇവിടെ ഭൂമിയിൽ അജ്ഞാനികളുണ്ട്, അവർക്ക് പറ്റത്തില്ല. അതാണ് പാരിലുള്ള ഈ ഭൂമിയിൽ ഇതറിയാത്ത അജ്ഞാനികൾ. ഇത് രാമായണം എനിക്കും കഴിഞ്ഞ വർഷം വരെ ഇതിൻ്റെ രുചി എന്തെന്ന് അറിയില്ലായിരുന്നു. രാമായണം തന്നെ വേണമെന്നില്ല, എല്ലാത്തിൻ്റെയും രുചി ഒന്നുപോലെയാണ്. രാമായണം ഭാഗവതം എല്ലാം അങ്ങനെയാണ്, നമ്മളെല്ലാത്തിലും മുഴുകണം, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് പാരിൽ ആർക്കും ഇതിനെപ്പറ്റി രാമായണവും കണ്ടിട്ടും കേട്ടിട്ടില്ല, കൈകാര്യം ചെയ്തിട്ടില്ല. അജ്ഞാനികളായിട്ട് കിടക്കുന്നവരുണ്ട് ഈ ഭൂമിയിൽ, ഒരുപാട് പേരുണ്ട്. എത്ര വീട്ടിൽ പോലും ഭാഗവതം ഇല്ലാത്ത എത്രയോ വീടുകളുണ്ട്. അനാദിയായിട്ട് 100-ൽ 10 പേരുടെ വീട്ടിലൊക്കെ ഇത് കാണും, രാമായണവും ഭാഗവതവും ഒക്കെ. അതുകൊണ്ട് പാരിലുള്ള ഭൂമിയിലുള്ള അജ്ഞാനികൾക്ക് അറിയാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാൻ ഇങ്ങനെ ചൊല്ലിയിടിനേൻ. അവരറിയണം, ഇവരെല്ലാം അജ്ഞാനികൾക്ക് ഇത് അറിഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എല്ലാവരും നഷ്ടപ്പെട്ടു പോകത്തില്ലേ? അതുകൊണ്ട് അവരും കൂടെ അത് അറിയണം, നമ്മളൊക്കെ അറിയിപ്പിച്ച് കൊടുക്കണം. തനിയെ അറിയത്തില്ല, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് അവരെയൊക്കെ വല്ലപ്പോഴൊക്കെ ആരെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് ഭാഗവതവും രാമായണമൊന്നും ഇല്ല, ഒന്ന് വായിച്ച് നോക്ക്, ഒന്ന് കേട്ട് നോക്ക് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തല്ലേ അവരറിയത്തുള്ളൂ. അതുകൊണ്ട് പാരിലുള്ള അജ്ഞാനികൾക്കറിയാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാൻ ഇങ്ങനെ ചൊല്ലിയിടിനേൻ. സജ്ജനം ആനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം. സജ്ജനങ്ങൾ എന്താണ്? ആനന്ദിക്കും. അപ്പോൾ നൽകിയിടും അനുഗ്രഹം. അതുകൊണ്ട് സജ്ജനങ്ങൾക്കിത് എപ്പോഴും ഇത് ചെയ്യും, അവർക്കത് കിട്ടിയേ പറ്റൂ. വിശപ്പിന് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ ആത്മീയമായി കിട്ടണമെന്നുള്ള ആർത്തിയുണ്ട് സജ്ജനങ്ങൾക്ക്, അത് കിട്ടിയേ പറ്റൂ. അവരിതെന്ത് ചെയ്യും? സജ്ജനം ആനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം. ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട. ദുർജനങ്ങൾ എന്ത് ചെയ്യും? ദുർഭാഷണം, ഇതിനൊക്കെ ദുഷിക്കുന്നവരാണ്. ശ്രീരാമനോ അത് മനുഷ്യനിൽ എന്തിനാ അത് വായിക്കുന്നേ? കൃഷ്ണനോ അതും മനുഷ്യനിൽ എന്തിനാ വായിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഓരോരോ രീതിയിൽ ദുർഭാഷണം ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട, കാര്യമാക്കണ്ട, നമുക്ക് ബഹുമാനം കൊടുക്കണ്ട, അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ. അതുകൊണ്ട് സജ്ജനം ആനന്ദിച്ച് നൽകിയിടും അനുഗ്രഹം. ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട. രാമചന്ദ്രസ്വാമി എൻ മനസ്സേ വസിക്കണം. നമ്മുടെ എല്ലാം ഉള്ളിൽ ഭഗവാൻ നമ്മുടെ മനസ്സേ വസിക്കണം. ശ്രീ മഹാലക്ഷ്മിയോടും അതിന് വന്ദിക്കുന്നേൻ. ഭഗവാനും മഹാലക്ഷ്മിയാകുന്ന സീത, അതായത് അമ്മ ദേവിയാണല്ലോ, പരാശക്തിയാണല്ലോ. അപ്പോൾ ഭഗവാൻ നാരായണനും അമ്മ മഹാലക്ഷ്മിയും നമുക്കുള്ള ഉള്ളിലിരിക്കണം. എപ്പോഴും നമ്മൾ വന്ദിക്കുന്നു, നമ്മൾ സ്തുതിക്കുന്നു. ഇങ്ങനെ പറഞ്ഞടങ്ങിയിടിനാൾ കിളിമകൾ തിങ്ങിനെ ഭക്തി പൂണ്ട് വസിച്ചാരെല്ലാരുമേ. ഉത്തര രാമായണ സമാപ്ത ശുഭം. നമുക്ക് ഭഗവാന്റെ ശ്രീരാമ ഭഗവാന്റെ ഒരു നാമം കൂടെ ചൊല്ലാം. ഞാൻ സ്വന്തമായിട്ട് ചെല്ലുന്നൊരു പാട്ടാണ് അത്. ഇപ്പം അത് ബുക്കൊന്നും എടുത്തില്ല, ഒത്തിരി ആളുടെ ചൊല്ലാറുണ്ട്, മറന്നുപോയി കാണും. നമുക്ക് ഭഗവാനെ ഭജിക്കണം, ഭഗവാനിൽ ചേരണം, നമ്മുടെ കാമക്രോധങ്ങളൊക്കെ മാറണം, ഭക്തി വർദ്ധിക്കണം. അപ്പോൾ ചിത്തം ഒടുങ്ങും, ഭഗവാൻ ലയിക്കും. ഞാൻ തന്നെ ഇങ്ങനെ ഒത്തിരി വർഷത്തിന് മുമ്പേ ഇങ്ങനെ എഴുതി എന്നത് അങ്ങനെ ഭജിക്കുന്നുണ്ടാണ് നമുക്ക്
മനസ്സിലിങ്ങനെ ആനന്ദവും അനുഭവിക്കാൻ കിട്ടും. ഭഗവാൻ ലയിക്കും. ഇതൊക്കെ ചൊല്ലിയാണ് നമ്മളങ്ങനെ വരുത്തുന്നത്. എന്നും വേദം ഓതണം. വേദം ഓതിയെങ്കിൽ നമുക്കത് കിട്ടുക. ഞാനിങ്ങനെ കുറേ വർഷത്തിന് മുമ്പേ വേദം ഓതി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഇത് ഒക്കെ ഇടുന്നതുകൊണ്ട് എനിക്ക് വളരെ സന്ധിക്കൊന്നും ചൊല്ലാൻ ഒക്കുന്നില്ല. കാരണം ഇതൊക്കെ നമ്മൾ നോക്കാതെ ഞാൻ പുതിയതായിട്ട് എടുക്കേണ്ടതൊക്കെ പല വാക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ വലിയ നാമം ചൊല്ലൊക്കെ ഒന്നും ഇല്ല. ഇതൊക്കെ തന്നെയാണ് ജോലി. അപ്പോൾ നമുക്കത് അല്പം ചൊല്ലാം, ഓർത്ത് ചൊല്ലാം. ചിലപ്പം തെറ്റും, ഓർമ്മ വരുന്നില്ല, മറവിയുണ്ട്. ശ്രീരാമനാമം ജപി മനമേ, ശ്രീരാമനാമം ജപി മനമേ, ജപി മനമേ നാമം ജപി മനമേ, ശ്രീരാമനാമം ജപി മനമേ. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ, ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. നമ്മുടെ മനസ്സ് എവിടെ ചെല്ലും? ഈശ്വരനിൽ തങ്കലേ ഒടുങ്ങും, അവിടെ ലയിക്കും. ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. കാമക്രോധങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് കഴുകിപ്പോണം. ഭക്തി വർദ്ധിച്ച് വരും. അപ്പോഴെന്ത് വരും? നമ്മളെ മനസ്സ് ഒടുങ്ങും. എവിടെയാ? പരന്തങ്കലെ, പരമാത്മാവിൽ ലയിക്കും. ശ്രീരാമനാമം ജപി മനമേ, ശ്രീരാമനാമം ശ്രീകൃഷ്ണനാമം ജപി മനമേ, ജപി മനമേ നാമം ജപി മനമേ, ജപി മനമേ നാമം ജപി മനമേ, ശ്രീരാമനാമം ജപി മനമേ. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ, ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. എല്ലാവർക്കും നമസ്കാരം. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി. നമുക്ക് രാമായണം ഈ മാസം അങ്ങനെ തീർന്നു. ഞാൻ ഇത് നാളത്തേക്കുള്ളത് ഇന്ന് രാത്രി തന്നെ ഇടുന്നതാണ്. കാരണം ചിലപ്പം ഇത് വരത്തില്ല, നെറ്റ് കാണാതെ വരും. അപ്പം കറണ്ട് പോകുമ്പോഴേ മഴക്കാലമായതുകൊണ്ട് രാത്രി തന്നെയാണ് ഇടുന്നത്. ഇപ്പം തന്നെ എടുത്തതാണ്, ഇപ്പം തന്നെ ഇടുവാണ്. എല്ലാ മക്കളും സന്തോഷം. ഇനി എല്ലാവരും ഇത് തുടരെ വായിക്കണം. ഇത് തന്നെ നീക്കി നോക്കുമ്പോൾ എന്തിഷ്ടമുള്ളവരൊക്കെ അത് വായിക്കാം. വേറെയും ഒരുപാട് പേരൊക്കെ ഇടുന്നുണ്ടല്ലോ. എന്തായാലും മതി, ഭക്തി വർദ്ധിക്കണം, അത്ര തന്നെ. ഏത് ഭാഗവതവും എല്ലാം നമുക്കിതേ കൊണ്ടുപോകാനുള്ളു. നമുക്ക് എല്ലാവർക്കും ഭക്തി വർദ്ധിക്കണം. നല്ലൊരു പുതിയൊരു, അതായത് ഈ ശരീരത്തിൽ തന്നെ നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് വെച്ചാൽ എന്താണ്? അറിവ് വർദ്ധിക്കുക. ഇന്നത്തെ അറിവല്ല നാളെ, മറ്റന്നാൾ അതിനേക്കാൾ ഇങ്ങനെ നമ്മൾ വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കണം. പുതുമ ഉണ്ടാവണം. എപ്പോഴും ഭക്തി വർദ്ധിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.